എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് കരുതുന്നു. ഞാൻ രണ്ടിലെയും പാട്ടുമായി വരുന്നു. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പം നിങ്ങളെല്ലാവരും കേൾക്കുക. ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലേ. നമുക്കാർക്കും ഒന്നും പറയാൻ പറ്റില്ല. ടി വി തുറക്കുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ്. ഞാനൊരു 2-3 വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. ആ തുടക്കം തന്നെ മയക്കുമരുന്നിനെ പറ്റിയും എല്ലാം ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ ഇച്ചിരി ഇല്ലാത്ത മക്കൾ കഞ്ചാവ്, MDMA എന്തൊക്കെ സാധനങ്ങളാണ് ഇത്, എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ പേടിയാവുകയാണ്. ഇത് മക്കളുടെ ശരീരത്ത് കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരുടെ തലച്ചോറ് എന്താണ് കാട്ടിക്കൂട്ടുക, അത് പ്രവർത്തിച്ച് കഴിയുമ്പോഴുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ അത്ര കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നമ്മുടെ മക്കളെ ഓമനിച്ച് നമ്മൾ കൊണ്ടു നടക്കുന്നു. അതുപോലെ തന്നെ ഈ സമൂഹത്തിലുള്ള ഓരോ മക്കളും നമ്മുടെ മക്കളാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അത് നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്, ഈ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഇന്നാളത്തെ വീഡിയോയിലും പറഞ്ഞു, വഴിയിൽ എവിടെ നമ്മൾ എന്ത് തെറ്റ് കാണിക്കുന്ന മക്കളാണേലും അവരെ ഉപദേശിക്കുക. നമ്മളത് കണ്ട അവരുടെ കാരണവന്മാരെ അറിയിക്കുക. അവരംഗീകരിച്ചില്ലേ വേണ്ട. നമ്മൾ ഒരു 10 മക്കളെ നമ്മൾ നേർവഴിക്ക് നയിക്കുക. നമ്മൾ വഴി കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, മക്കളെ ഇങ്ങനെ ചെയ്യരുതേ, ഇങ്ങനെ പ്രവർത്തിക്കരുതേ, ഇത് നിങ്ങൾക്ക് ബാധിക്കും, നിങ്ങൾക്ക് ഓരോ അസുഖങ്ങളിലേക്ക് എത്തും. ഇത് പെണ്ണുങ്ങളും ആണുങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. പെണ്ണുങ്ങൾ ഒത്തിരി ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മളോർക്ക് ആണുങ്ങൾ മാത്രമാണെന്ന്. പെണ്ണുങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതെല്ലാം ആരും അറിയില്ല ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളവരെ കണ്ടെത്തണം, കണ്ടെത്തിയേ പറ്റൂ. നമ്മളവരെ പിടിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ പോലീസുകാരെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ അതിന് ഞാൻ എന്താ പറയുക, അവർക്ക് പ്രത്യേക ഒരു സല്യൂട്ട് ഞാൻ കൊടുക്കുന്നു. അവർ നല്ല രീതിയിൽ തന്നെ ഓരോരുത്തരെയും കണ്ടെത്തുകയും ആ മക്കൾക്ക് ഉപദേശം കൊടുക്കുകയും നല്ല രീതിയിൽ അവർ നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി നയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ 2 മാസത്തോളമായിട്ട് ഈ കിടന്ന് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല. ഓരോ ദിവസവും നമ്മൾ കാണുന്ന ന്യൂസും നമ്മൾ കേൾക്കുന്നതും എല്ലാം ഒന്ന് തന്നെ. ആണുങ്ങളെ കഴിഞ്ഞ് മികച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള കുഞ്ഞു പെൺകുട്ടികൾ നിൽക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ മാത്രം വഴി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പഴയ കാലത്തൊക്കെയുള്ള നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്നു, തിരിച്ച് വരുന്ന സമയം വീട്ടിൽ നോക്കുന്നു, ഒരു വീടിൻ്റെ മേക്കൂര കണ്ടിട്ടില്ല. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാണ്. നമ്മളെയൊക്കെ അങ്ങനെ വളർത്തിയേക്കുന്നത് തന്നെയായിരിക്കും കാരണവന്മാർ. പഴയ അമ്മമാർക്കൊക്കെ അറിയാം. കാരണവന്മാരെ അല്ലേ കൈ രണ്ടും കെട്ടിയിട്ടിട്ടടിക്കും ഇല്ലേ. നമ്മൾ സമയത്ത് വീട്ടിലെത്തുക, വീട്ടിലെ ഷീറ്റ് അടിക്കാനുണ്ടെങ്കിൽ ഷീറ്റ് അടിക്കുക. ഞാൻ വളർന്ന അങ്ങനെയാണ്. 10, 40, 50 ഷീറ്റ് ഉണ്ടാവും, അത് അടിക്കാൻ പോകണം. 7-ലൊക്കെ പഠിക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അതുപോലെ 10, 25 പണിക്കാർ ഞങ്ങൾക്കുണ്ടാവും. പ്ലാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പണിക്കാർക്ക് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോകണം. അവർക്ക് ഇഞ്ചി ചിരണ്ടാൻ ആളുണ്ടാവും. പിന്നെ അവധി ദിവസങ്ങളിൽ ശനി ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ കാട് പറിക്കാൻ പോകണം. ഈ കപ്പ നട്ടിട്ടുണ്ടാവും, അതിൻ്റെ ചുവട്ടിലെ കാട് പറിക്കണം. അല്ലെങ്കിൽ അടി കിട്ടും, ഉറപ്പാണ്. ഞങ്ങൾക്കന്ന് ഭക്ഷണം കിട്ടില്ല, അത്രേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ അങ്ങനെ വളർത്തിയ ഒരു ഇതാണ്. അങ്ങനെ വളർത്തുമ്പോൾ നമുക്ക് കഷ്ടപ്പാട് എന്താണെന്ന് അറിയും. ആദ്യം കഷ്ടപ്പാട് അറിയണം. ഇത് കാരണവന്മാർ എൻ്റെ മക്കൾ കഷ്ടപ്പെടല്ലേ ചോദിക്കുന്നതും കൊടുത്ത് ലാളിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെ പറയും, എൻ്റെ മക്കളൊന്നും അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. പക്ഷേ നമ്മളത് കണ്ടുപിടിക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. നല്ലവരായ എന്താ പറയുക, നമ്മുടെ അമ്മമാരെ അതുപോലെ അച്ഛന്മാരെ, നിങ്ങൾ നമ്മുടെ മക്കളെ നമ്മൾ രക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ സമൂഹം, അതുപോലെ നമ്മുടെ പോലീസുകാരാണേലും എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ നല്ലവരായ ആൾക്കാർ അതിൽ പ്രവർത്തിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തുക. അപ്പം നമ്മൾ തിന്മയിലേക്ക് പോകാതെ അവരെ നന്മയിലേക്ക് വളർത്തി വലുതാക്കുക. ഇനിയും നമ്മുടെ പഴയ കാലത്തെ ജീവിതത്തിലേക്ക് ഈ ലോകം പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ 2-ലെയും പാട്ട് ചുമ്മാ പാടുക കേട്ടോ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി, മിന്നുകെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്തു വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി, പെണ്ണു
കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. പെണ്ണ് കുറിയെടുക്കുമ്പോൾ ഒരു ഞറുക്കിന് ചേർക്കണേ എന്നാണ് അവിടെ ഞാൻ പറഞ്ഞത്. മിന്നുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു ഞറുക്കിന് ഓക്കെ. അപ്പോൾ തെറ്റിച്ചൊക്കെ പാടും. ഓക്കെ. അപ്പം നമ്മുടെ മക്കളെ കരുതിയിരിക്കുക. നമ്മൾ മക്കളെ എവിടെ കണ്ടാലും ആ മക്കളെ തിരുത്തുക. പിന്നെ കഞ്ചാവാകണമെന്നില്ല. ഒരു വീടി വലിച്ചാലോ സിഗരറ്റ് വലിച്ചാലോ അവരെ ഉപദേശിക്കുക. 5ഉം 6ഉം വയസ്സുള്ള ഈ കാരണന്മാർ വലിച്ചിടുന്ന സിഗരറ്റും ബീഡി കുറ്റികളും ഈ മക്കളെടുത്ത് കത്തിച്ചിട്ട് വലിച്ചിട്ടാണ് ആദ്യം ഇത് എന്താണെന്ന് ഇവർ തിരിച്ചറിഞ്ഞ് പോകുന്നത്, വഴി തെറ്റിപ്പോകുന്നത്. അപ്പോൾ അതിലേക്ക് പിള്ളേർ ഒരെണ്ണം വലിക്കുമ്പോൾ പിന്നെ അത് വലിക്കണമെന്നാവും, പിന്നെ വലിയതിലേക്ക് കടക്കും. അപ്പം കാരണവന്മാരെ നിങ്ങളും ബീഡി വലി നിർത്തൂ, നമ്മുടെ സമൂഹത്തെ രക്ഷിക്കൂ. അപ്പം നമ്മുടെ മക്കളെ നേർവഴിക്ക് നയിക്കൂ. നമുക്കായിരിക്കും ചിലപ്പോൾ ആ തിരിച്ചടി കിട്ടുന്നത്. നിങ്ങൾ വലിച്ചെറിയുന്ന ഓരോ വീടിക്കുറ്റിയും ആ മക്കൾക്ക് വലിക്കാനുള്ള ഒരു കാരണമാകും. അപ്പം നിങ്ങൾ അങ്ങനെയുള്ളത് മക്കളെ പഠിപ്പിക്കാതിരിക്കുക. മക്കളുടെ കാങ്കല് നിങ്ങളത് ചെയ്യാതിരിക്കുക. അപ്പം നല്ലത് വരട്ടെ കേട്ടോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അതുപോലെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നല്ല ചൂടാണ് ഇവിടെ, ഭയങ്കര ചൂടാണ് 2 ദിവസമായിട്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുക, അത്യാവശ്യമാണ്. നമ്മൾ വെള്ളം നല്ലപോലെ കുടിക്കണം, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നല്ലപോലെ വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരം നോക്കുക, വെയിലത്തിറങ്ങാതെ കഴിവതും എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കേ.